ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ 2. കുറവുകളിൽ നിന്ന് വിശുദ്ധിയിലേക്ക്. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 9-10 വാക്യങ്ങൾ. കുട്ടിക്കാലത്ത് എൻ്റെ മകൾക്ക് പരന്ന പാൽക്കട്ടി ഉപയോഗിച്ച് കളിക്കാൻ ഇഷ്ടമായിരുന്നു. അവൾ ചതുരത്തിലുള്ള ഇളം മഞ്ഞ പാൽക്കട്ടി അവളുടെ മുഖത്ത് ഒരു മുഖം മൂടി പോലെ ഒട്ടിച്ചു വെച്ചുകൊണ്ട് പാൽക്കട്ടിയുടെ 2 ദ്വാരങ്ങളിൽ കൂടി അവളുടെ തിളങ്ങുന്ന കണ്ണുകൾ കൊണ്ട് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് "നോക്കൂ അമ്മേ" എന്ന് പറയും. ഒരു ചെറുപ്പക്കാരിയായ അമ്മ എന്ന നിലയിലുള്ള എൻ്റെ പരിശ്രമങ്ങളെ ആ പാൽക്കട്ടി മുഖം മൂടി പ്രതിനിധാനം ചെയ്യുന്നു. ആത്മാർത്ഥമായി നൽകുന്നത്, സ്നേഹം നിറഞ്ഞത്, എന്നാൽ വളരെ അപൂർണമായത്, വിശുദ്ധമായതല്ല, കുറവുകളുള്ളത്. ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടതും യേശുവിനെ പോലെ ആയിരിക്കുന്നതുമായ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ നാം എത്രമാത്രം ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ വിശുദ്ധി ദിനംപ്രതി കൈയെത്താത്തതായി തോന്നുന്നു. അതിൻ്റെ സ്ഥാനത്ത് നമ്മുടെ കുറവുകൾ അവശേഷിക്കുന്നു. 2 തിമോത്തിയോസ് 1:6-7 വാക്യങ്ങളിൽ പൗലോസ് തൻ്റെ അനുയായിയായ തിമോത്തിയോസിനെ തൻ്റെ വിശുദ്ധ വിളി അനുസരിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. ദൈവം നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ എന്ന് അപ്പോസ്തലൻ പിന്നീട് വ്യക്തമാക്കി. ഈ ജീവിതം സാധ്യമായത് നമ്മുടെ സ്വഭാവം കൊണ്ടല്ല, ദൈവകൃപ കൊണ്ടാണ്. പൗലോസ് തുടരുന്നു, സകല കാലത്തിനും മുമ്പേ ഈ കൃപ ക്രിസ്തയേശുവിൽ നമുക്ക് നൽകി. ദൈവത്തിൻ്റെ കൃപയനുസരിച്ച് അത് നൽകുന്ന ശക്തിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? മാതാപിതാക്കൾ എന്ന നിലയിലോ വിവാഹബന്ധത്തിലോ ജോലിയിലോ അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാരെ സ്നേഹിക്കുന്നതിലോ ദൈവം നമ്മെ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് വിളിക്കുന്നു. തികഞ്ഞവരാകാനുള്ള നമ്മുടെ പരിശ്രമങ്ങൾ കൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് അത് സാധ്യമാകുന്നത്. ചിന്തിക്കുക, വ്യക്തിപരമായ വിശുദ്ധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധി കൈവരുത്തുന്ന ദൈവത്തിൻ്റെ സർവ്വശ്രേഷ്ഠമായ കൃപയെക്കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ നിങ്ങൾ ഏതെല്ലാം വിധങ്ങളിൽ ദൈവത്തോട് അപേക്ഷിക്കും? ദൈവത്തിന് മഹത്വം.